ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ഗോൾ ക്രാക്കർ. ലാസ്റ്റ് ക്ലാസ്സാണ് ഇന്ത്യൻ റിനേസൻസ്. നമ്മുടെ സിലബസിൽ പറഞ്ഞതുപോലെ പാർട്ട് എ മൊഡ്യൂൾ 1 റിനേസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റിലെ റിനേസൻസും തന്നെയാണ് ഈ 5 വീഡിയോയിലായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് ലാസ്റ്റ് ക്ലാസ്സാണ്. ഇതിനു മുമ്പുള്ള 4 വീഡിയോസ് എല്ലാവരും കാണുക. എന്നാൽ മാത്രമേ ഇതിൻ്റെ ആ ഒരു സിലബസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. KM മുൻഷി. ഭാരതീയ വിദ്യാ ഭവൻ വാസ് സ്റ്റാർട്ടഡ് ബൈ KM മുൻഷി. KM മുൻഷിയാണ് ഭാരതീയ വിദ്യാ ഭവൻ സ്റ്റാർട്ട് ചെയ്തത്. ഏതാണ് വർഷം? 1938 KM മുൻഷി ഭാരതീയ വിദ്യാ ഭവൻ സ്റ്റാർട്ട് ചെയ്തത്. വന മഹോത്സവ് വാസ് ഇനീഷ്യേറ്റഡ് ബൈ KM മുൻഷി ഇൻ ദ ഇയർ 1950. 1950 വന മഹോത്സവ് എന്ന പ്രോഗ്രാം KM മുൻഷി ഇനീഷ്യേറ്റ് ചെയ്തത്. ദ ചെയർമാൻ ഓഫ് ഓർഡർ ഓഫ് ബിസിനസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. KM മുൻഷി ഓർഡർ ഓഫ് ബിസിനസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ ഓർഡർ ഓഫ് ബിസിനസിൻ്റെ ചെയർമാനാണ് KM മുൻഷി. ദ ഐഡിയ ഓഫ് ഓംബുഡ്സ്മാൻ ഇൻ ഇന്ത്യ വാസ് പുട്ട് ഫോർവേഡ് ബൈ KM മുൻഷി. ദ ഐഡിയ ഓഫ് ഓംബുഡ്സ്മാൻ എന്ന കൺസെപ്റ്റ് ഇന്ത്യയിൽ കൊണ്ടുവന്ന വ്യക്തിയാണ് KM മുൻഷി. ദ മാഗസിൻ വിച്ച് വാസ് സ്റ്റാർട്ടഡ് ബൈ KM മുൻഷി ഇൻ ഗുജറാത്തി ലാംഗ്വേജ്, ഭാർഗവ. അദ്ദേഹത്തിൻ്റെ ഗുജറാത്തി ലാംഗ്വേജിലുള്ള മാഗസിനാണ് ഭാർഗവ, ഗുജറാത്തി ഭാർഗവ. ദ കമ്മിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇൻ വിച്ച് KM മുൻഷി വാസ് എ മെമ്പർ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മെമ്പറായിരുന്നു KM മുൻഷി. 7 പേരുണ്ട്, അതിലൊരു മെമ്പറാണ് KM മുൻഷി. ഓർത്തിരിക്കുക. BR അംബേദ്കർ, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അതിലൊരു വ്യക്തിയാണ് KM മുൻഷി. KM മുൻഷി ഡിസ്ക്രൈബ്ഡ് ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് ദ പൊളിറ്റിക്കൽ ഓറോസ്കോപ്പ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്നാണ് അദ്ദേഹം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖത്തെ പ്രിയാമ്പിളിനെ വിശേഷിപ്പിച്ചത്. KM മുൻഷി സെർവ്ഡ് ആസ് ദ ഗവർണർ ഓഫ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ് ഗവർണറായ ഒരു ഇന്ത്യൻ നാഷണൽ ലീഡറാണ് KM മുൻഷി. ഇതിനു മുമ്പ് നമ്മൾ കുറച്ച് ലീഡേഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അവരാരും ഗവർണർ പദവി അലങ്കരിച്ചിട്ടില്ല. അപ്പോൾ ഓർത്തിരിക്കുക, KM മുൻഷിയാണ് ഉത്തർപ്രദേശ് ഗവർണറായി സേവനമനുഷ്ഠിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ബുക്കുകളാണ് ദ ബുക്ക് ഓഫ് സത്യഭാമ, ലോപമുദ്ര. സത്യഭാമ, ലോപമുദ്ര. ഇത്രയൊക്കെയാണ് KM മുൻഷിയെ കുറിച്ച്. ഇവരൊക്കെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുള്ളൂ. ഒന്നുകൂടി നമുക്ക് നോക്കാം. ഭാരതീയ വിദ്യാഭവൻ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത് 1938. വന മഹോത്സവം അദ്ദേഹം ഇനീഷ്യേറ്റ് ചെയ്തത് 1950. അതേ ഐഡിയ ഓഫ് ഓംബുഡ്സ്മാൻ എന്ന ഐഡിയ കൊണ്ടുവന്നതും KM മുൻഷിയാണ്. ചെയർമാൻ ഓഫ് ഓർഡർ ഓഫ് ബിസിനസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ്. അതേപോലെ ദ പൊളിറ്റിക്കൽ ഓറോസ്കോപ്പ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിനെ അദ്ദേഹം പൊളിറ്റിക്കൽ ഓറോസ്കോപ്പ്, രാഷ്ട്രീയ ജാതകം എന്നാണ് വിളിച്ചത്. ഇനി അടുത്ത ലീഡർ വിനോബ് ഭാവെ, ദ സ്പിരിച്വൽ സക്സസർ ഓഫ് ഗാന്ധിജി. വിനോബ് ഭാവെ ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമിയാണ് വിനോബ് ഭാവെ. ദ പേഴ്സൺ കൺസിഡേർഡ് ദ നാഷണൽ ടീച്ചർ ഓഫ് ഇന്ത്യ. വിനോബ് ഭാവെ നാഷണൽ ടീച്ചർ ഓഫ് ഇന്ത്യ എന്നും അറിയപ്പെടുന്നത് വിനോബ് ഭാവെയാണ്. ദ പേഴ്സൺ ഹു വാസ് അപ്പോയിൻറ്റഡ് ബൈ ഗാന്ധിജി ആസ് ആൻ ഒബ്സർവർ ടു വൈക്കം സത്യാഗ്രഹ. വൈക്കം സത്യാഗ്രഹത്തെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ഗാന്ധിജി അപ്പോയിൻറ്റ് ചെയ്ത വ്യക്തിയാണ് വിനോബ് ഭാവെ. ഗാന്ധിജി ഗേവ് ദ ഇൻചാർജ് ഓഫ് ദ വാർധ ആശ്രം ടു വിനോബ് ഭാവെ. ഗാന്ധിജി വാർധ ആശ്രമത്തിൻ്റെ ഇൻചാർജ് കൊടുത്തതും വിനോബ് ഭാവെക്കാണ്. ദ പേഴ്സൺ ഹു വാസ് ചൂസൺ ബൈ ഗാന്ധിജി ഫോർ ഇൻഡിവിജ്വൽ സത്യാഗ്രഹ ഇൻ 1940. 1940 ഇൻഡിവിജ്വൽ സത്യാഗ്രഹ, വ്യക്തി സത്യാഗ്രഹത്തിൽ ഗാന്ധിജി സെലക്ട് ചെയ്ത വ്യക്തിയാണ് വിനോബ് ഭാവെ. ദ നാഷണൽ എമർജൻസി ഓഫ് 1975 വാസ് ഡിസ്ക്രൈബ് ആസ് ദ ടൈം ഫോർ ഡിസിപ്ലിൻ ബൈ വിനോബ് ഭാവെ. അദ്ദേഹമാണ് നാഷണൽ എമർജൻസിയെ എന്താണ് വിശേഷിപ്പിച്ചത്? ടൈം ഫോർ ഡിസിപ്ലിൻ. ഇറ്റ്സ് എ ടൈം ഫോർ ഡിസിപ്ലിൻ. അതായത് ഇത് അച്ചടക്കത്തോടെ ഇരിക്കേണ്ട സമയമാണ് എന്ന് വിശേഷിപ്പിച്ചത് വിനോബ് ഭാവെയാണ്. ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ രാമൻ മാഗ്സസെ അവാർഡ്. രാമൻ മാഗ്സസെ അവാർഡ് ലഭിച്ച ആദ്യ വ്യക്തിയാണ് വിനോബ് ഭാവെ. ദ പ്ലേസ് വെർ വിനോബ് ഭാവെ സ്റ്റാർട്ടഡ് ഹിസ് ഭൂദാൻ മൂവ്മെൻറ്റ്. ഭൂദാൻ മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് വിനോബ് ഭാവെ. അത് സ്റ്റാർട്ട് ചെയ്തത് പോച്ചാമ്പള്ളി,
തെലങ്കാന സ്റ്റേറ്റിലെ പോച്ചാമ്പള്ളി എന്ന സ്ഥലത്താണ് അദ്ദേഹം ഭൂദാൻ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഭൂദാൻ മൂവ്മെൻറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ 1951. 1951 ഭൂദാൻ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. വിനോബ് ഭാവെ വാസ് സ്റ്റാർട്ടഡ് സർവോദയ സമാജ് ഇൻ 1948. 1948 അദ്ദേഹം സർവോദയ സമാജ് രൂപീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ബുക്കുകളാണ് സ്വരാജ് ശാസ്ത്ര, ദ എസെൻസ് ഓഫ് ഖുർആൻ, തോട്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ, ദ എസെൻസ് ഓഫ് ക്രിസ്ത്യൻ ടീച്ചിങ്. ഓർത്തിരിക്കുക, ഖുർആനെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ദ എസെൻസ് ഓഫ് ക്രിസ്ത്യൻ ടീച്ചിങ് 2 മതത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതുപോലെ സ്വരാജ് ശാസ്ത്ര, തോട്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ, ഇത് 4 ബുക്ക് പ്രധാനപ്പെട്ടതാണ്. ഇത്രയൊക്കെയാണ് വിനോബ ഭാവെയെക്കുറിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. സ്പിരിച്വൽ സക്സസർ ഓഫ് ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് വിനോബ ഭാവെയാണ്. ഇൻഡിവിജ്വൽ സത്യാഗ്രഹത്തിന് 1940 ഗാന്ധിജി സെലക്ട് ചെയ്ത വിനോബ ഭാവെയാണ്. അതുപോലെ വൈക്കം സത്യാഗ്രഹത്തിൽ നിരീക്ഷിക്കാൻ വേണ്ടി ഗാന്ധിജി അപ്പോയിൻറ്റ് ചെയ്ത വ്യക്തിയാണ്. വാർധ ആശ്രമത്തിൻ്റെ ഇൻചാർജ് ഗാന്ധിജി കൊടുത്തത് വിനോബ ഭാവെക്കാണ്. 1975 നാഷണൽ എമർജൻസി അദ്ദേഹം വിശേഷിപ്പിച്ചത് അച്ചടക്കത്തിനുള്ള സമയം, അതായത് അച്ചടക്കത്തോടെ ഇരിക്കാനുള്ള സമയം എന്നാണ്, ടൈം ഫോർ ഡിസിപ്ലിൻ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിനാണ് ഫസ്റ്റ് മാഗ്സസെ അവാർഡ് ലഭിച്ച ഇന്ത്യക്കാരനാണ് വിനോബ് ഭാവെ. അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, ഓർത്തിരിക്കുക. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ബുക്ക് ഓർത്തിരിക്കുക: സ്വരാജ് ശാസ്ത്ര, ദ എസെൻസ് ഓഫ് ഖുർആൻ, ദ എസെൻസ് ഓഫ് ക്രിസ്ത്യൻ ടീച്ചിങ്, എസെൻസ് ഓഫ് ഖുർആൻ ആൻഡ് എസെൻസ് ഓഫ് ക്രിസ്ത്യൻ ടീച്ചിങ്സ്, തോട്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ. ഇത്രയൊക്കെയാണ് വിനോബ് ഭാവെയെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത ലീഡറിലേക്ക് പോവാം. അടുത്തതാണ് ജയപ്രകാശ് നാരായൺ, ദ പേഴ്സൺ പോപ്പുലർലി നോൺ ആസ് ലോക് നായക്. ലോക് നായക് എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് ജയപ്രകാശ് നാരായണൻ. പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് വാസ് ഫൗണ്ടഡ് ബൈ ജയപ്രകാശ് നാരായൺ. അദ്ദേഹമാണ് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് എന്ന സംഘടന രൂപീകരിച്ചത്. എന്താണ് ആ സംഘടനയുടെ പേര്? പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്. The idea of total revolution was put forward by ജയപ്രകാശ് നാരായൺ. ജയപ്രകാശ് നാരായണനാണ് ടോട്ടൽ റവല്യൂഷൻ, അതായത് സമ്പൂർണ്ണ വിപ്ലവം എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്ന വ്യക്തിയാണ് ജയപ്രകാശ് നാരായൺ. The party which was founded by ജയപ്രകാശ് നാരായൺ along with ആചാര്യ നരേന്ദ്രദേവ. ആചാര്യ നരേന്ദ്രദേവയും ജയപ്രകാശ് നാരായണനും ചേർന്ന് രൂപീകരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. ഒരു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് ആരെയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവും ആചാര്യ നരേന്ദ്രദേവ എന്നുണ്ടാവും. അപ്പോൾ മാറിപ്പോവരുത്, 2 പേർ ചേർന്നാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത്. ലോക് നായക് ജയപ്രകാശ് നാരായണൻ എയർപോർട്ട് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് പാട്ന. പാട്നയിലാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ പേരോർത്തിരിക്കുക: ലോക് നായക് ജയപ്രകാശ് നാരായൺ എയർപോർട്ട്. ഹീറോ ഓഫ് ക്വിറ്റ് ഇന്ത്യ ജയപ്രകാശ് നാരായൺ. നമുക്കറിയാം ഹീറോയിൻ ഓഫ് ക്വിറ്റ് ഇന്ത്യ ആരാണ്? അരുണ ആസിഫ് അലി. അതേപോലെ ഹീറോ ഓഫ് ക്വിറ്റ് ഇന്ത്യ ആരാണ്? ജയപ്രകാശ് നാരായൺ. ദ ഓർഗനൈസേഷൻ ഫൗണ്ടഡ് ബൈ ജയപ്രകാശ് നാരായൺ ഇൻ 1974. സിറ്റിസൺ ഫോർ ഡെമോക്രസി എന്ന ഓർഗനൈസേഷൻ എന്ന സംഘടനയാണ് 1974 ജയപ്രകാശ് നാരായണൻ രൂപീകരിച്ചത്. ജയപ്രകാശ് നാരായണൻ ഗോട്ട് രാമൻ മാഗ്സസെ അവാർഡ് ഇൻ 1965. ദ ബുക്ക് പ്രിസൺ ഡയറി വാസ് ഓതേർഡ് ബൈ ജയപ്രകാശ് നാരായൺ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് പ്രിസൺ ഡയറി. ലോക് നായക് എക്സ്പ്രസ് കണക്ട് ചാപ്ര ഡൽഹി. ലോക് നായക് എക്സ്പ്രസ് അദ്ദേഹത്തിൻ്റെ പേരിലിറങ്ങിയ ഒരു എക്സ്പ്രസ് ആണ് ലോക് നായക് എക്സ്പ്രസ്. അത് എവിടെയാണ് കണക്ട് ചെയ്യുന്നത്? ചാപ്ര ആൻഡ് ഡൽഹി. മാൻ ബിഹൈൻഡ് ദ ബീഹാർ മൂവ്മെൻറ്റ്. ബീഹാർ മൂവ്മെൻറ്റിലെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ജയപ്രകാശ് നാരായൺ. ദ പേഴ്സൺ ഹൂ സ്റ്റാർട്ടഡ് ദ സർവോദയ പ്ലാൻ. ജയപ്രകാശ് നാരായൺ. സർവോദയ പ്ലാനിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ജയപ്രകാശ് നാരായൺ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് ഓടിച്ചു പോവാം. ലോക് നായക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണനാണ്. ദ ടോട്ടൽ റവല്യൂഷൻ, സമ്പൂർണ്ണ വിപ്ലവം എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്ന വ്യക്തിയാണ് ജയപ്രകാശ് നാരായൺ. അതുപോലെ സർവോദയ പ്ലാൻ രൂപീകരിച്ചതും ജയപ്രകാശ് നാരായണാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് പട്നയിലാണ്. ഹീറോ ഓഫ് ക്വിറ്റ് ഇന്ത്യ എന്നും അറിയപ്പെടുന്നു. അദ്ദേഹം 1974 രൂപീകരിച്ചതാണ് സിറ്റിസൺ ഫോർ ഡെമോക്രസി. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ബുക്കാണ് പ്രിസൺ ഡയറി.
അദ്ദേഹത്തിൻ്റെ പേരിലുള്ള എക്സ്പ്രസ് ലോക്നായക് എക്സ്പ്രസ് കണക്ട് ചെയ്യുന്ന ചാപ്ര ആൻഡ് ഡൽഹി. ബിഹാർ മൂവ്മെൻറ്റിൻ്റെ പിറകിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് ജയപ്രകാശ് നാരായൺ. നെക്സ്റ്റ് മഹാത്മാഗാന്ധി. അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കൂടുതൽ പോയിന്റ്സ് ഉണ്ട്, അപ്പോൾ ഓർത്തിരിക്കാം. ഇന്ത്യൻ റിനൈസൻസിൽ തന്നെ മഹാത്മാഗാന്ധിയെക്കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയത്. അപ്പോൾ ഓർത്തിരിക്കാം, അദ്ദേഹത്തെക്കുറിച്ച് എല്ലാ ലീഡേഴ്സിൻ്റെ ഇതിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരുടെ പേര് വിശേഷിപ്പിച്ചത് അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇവിടെ പറയുന്നില്ല. അല്ലാത്ത കുറച്ച് പോയിന്റ്സ് കൂടി നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നോക്കാം. മഹാത്മാഗാന്ധി, ഫാദർ ഓഫ് ഇന്ത്യൻ നാഷൻ. മഹാത്മാഗാന്ധി ബോൺ ഓൺ ഒക്ടോബർ 2, 1869. 1869 ഒക്ടോബർ 2 മഹാത്മാഗാന്ധി ജനിച്ചത്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പോർബന്ദർ, ഗുജറാത്തിലെ പോർബന്ദർ എന്ന പ്ലേസിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ റിയൽ നെയിം ഓർത്തിരിക്കുക, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലത്തെ പേരെന്താണ്? മനു അല്ലെങ്കിൽ മോണിയ, മനു മോനിയ. അദ്ദേഹത്തിൻ്റെ ഫാദർ കരംചന്ദ് ഗാന്ധി, മദർ പുത്ലിബായി. വൈഫിൻ്റെ പേര് കസ്തൂർബ ഗാന്ധി. അദ്ദേഹം മരിച്ചത് ഡയഡ് ഓൺ ജാനുവരി 30, 1948. 1948 ജനുവരി 30 മഹാത്മാഗാന്ധി മരണപ്പെട്ടത്. എവിടെ വെച്ചാണ് മരിച്ചത്? ന്യൂഡൽഹി. ജനിച്ചത് ഗുജറാത്തിൽ, മരണപ്പെട്ടത് ന്യൂഡൽഹിയിൽ വെച്ച്. ദ ലീഡർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റിൻ്റെ നമ്മൾ പറഞ്ഞു പ്രധാനപ്പെട്ട ലീഡർ തന്നെ ഗാന്ധിജിയാണ്. ഗാന്ധിജി വെന്റ് ടു സൗത്ത് ആഫ്രിക്ക ഫോർ അപ്പിയറിംഗ് ദ കേസ് ഓഫ് ദാദാ അബ്ദുള്ള. ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയത് എന്തിനാണ്? ദാദാ അബ്ദുള്ളയുടെ കേസ് വാദിക്കാൻ വേണ്ടിയിട്ടാണ്. The organization which was formed by the Indian origins in South Africa on the advice of Gandhiji. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യക്കാരായ ആളുകൾ സൗത്ത് ആഫ്രിക്കയിൽ നിർമ്മിച്ച സംഘടനയാണ് നാറ്റൽ ഇന്ത്യൻ കോൺഗ്രസ്. നാറ്റൽ ഇന്ത്യൻ കോൺഗ്രസ്. ഫസ്റ്റ് വീക്കിലി പബ്ലിഷ്ഡ് ബൈ ഗാന്ധിജി, ഇന്ത്യൻ ഒപ്പീനിയൻ. ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന വീക്കിലി ആണ് ഗാന്ധിജിയുടെ ഫസ്റ്റ് വീക്കിലി. ഓർത്തിരിക്കുക, ഫസ്റ്റ് വീക്കിലി പബ്ലിഷ്ഡ് ബൈ ഗാന്ധിജി, ഇന്ത്യൻ ഒപ്പീനിയൻ. ഓൾറെഡി പറഞ്ഞു പൊളിറ്റിക്കൽ ഗുരു ഓഫ് ഗാന്ധിജി ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. പൊളിറ്റിക്കൽ സക്സസർ ഓഫ് ഗാന്ധിജി ആരാണ്? ജവഹർലാൽ നെഹ്റു. രാഷ്ട്രീയ പിൻഗാമിയാണ് അദ്ദേഹം. ഗാന്ധിജി രാഷ്ട്രീയ പിൻഗാമിയായി കണ്ടെത്തിയ വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. സ്പിരിച്വൽ ടീച്ചർ ഓഫ് ഗാന്ധിജി ലിയോ ടോൾസ്റ്റോയ്. നമ്മൾ നേരത്തെ പറഞ്ഞു. സ്പിരിച്വൽ സക്സസർ ആരാണ്? വിനോബ ഭാവെ. അത് ഓൾറെഡി പറഞ്ഞു. ഡിസിപ്പിൾ ഓഫ് ഗാന്ധിജി മീരാബെൻ. ഓർത്തിരിക്കുക, മീരാബെൻ ആണ് ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട ശിഷ്യ. പൊളിറ്റിക്കൽ ഒപ്പണന്റ് ഓഫ് ഗാന്ധിജി ആരാണ്? മുഹമ്മദ് അലി ജിന്ന. ആശ്രം സ്റ്റാർട്ടഡ് ബൈ ഗാന്ധിജി അറ്റ് ഡർബൻ. ഡർബനിലെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത ആശ്രമത്തിന്റെ പേരാണ് ഫോണിക് സെറ്റിൽമെന്റ്. ഫോണിക് സെറ്റിൽമെന്റ് അദ്ദേഹം തുടങ്ങിയ ആശ്രമമാണ് ഫോണിക് സെറ്റിൽമെന്റ്. ഫസ്റ്റ് സത്യാഗ്രഹ ഓഫ് ഗാന്ധിജി വാസ് ഹെൽഡ് അറ്റ് ട്രാൻസ്വാൾ. അദ്ദേഹം ഫസ്റ്റ് സത്യാഗ്രഹം ഏതാണ്? ട്രാൻസ്വാളിലാണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സത്യാഗ്രഹം. ദ കോസ് ഓഫ് ഫസ്റ്റ് സത്യാഗ്രഹ ഓഫ് ഗാന്ധിജി ഏഷ്യാറ്റിക് ഓർഡിനൻസ് ആണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സത്യാഗ്രഹത്തിന്. ഇന്ത്യയിലുള്ളതല്ല, ഓർത്തിരിക്കുക. ഏഷ്യാറ്റിക് ഓർഡിനൻസിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഫസ്റ്റ് സത്യാഗ്രഹം ആരംഭിച്ചത്. പൊളിറ്റിക്കൽ ലബോറട്ടറി ഓഫ് ഗാന്ധിജി സൗത്ത് ആഫ്രിക്ക. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ലബോറട്ടറി എന്ന സ്ഥലമാണ് സൗത്ത് ആഫ്രിക്ക. The station in which Gandhiji was thrown out from the train in South Africa due to racial discrimination. Racial discrimination, വർണ്ണവിവേചനത്തിനെതിരെ അദ്ദേഹത്തെ ഒരു ട്രെയിനിൽ നിന്ന് വെള്ളക്കാരൻ പുറത്തേക്ക് എറിഞ്ഞു. പീറ്റർ മാരിസ്ബർഗ് എന്ന സ്റ്റേഷനിലാണ് അദ്ദേഹത്തെ എടുത്തെറിഞ്ഞത്. ഗാന്ധിജി വാസ് ഇംപ്രിസൺ ഫോർ ദ ഫസ്റ്റ് ടൈം അറ്റ് ജോഹന്നസ്ബർഗ്. ജോഹന്നസ്ബർഗിൽ വെച്ചിട്ടാണ് അദ്ദേഹം ആദ്യമായിട്ട് ജയിലിലടക്കപ്പെട്ടത്. ഗാന്ധിജി സ്റ്റാർട്ടഡ് ഹിസ് ആശ്രം അറ്റ് ജോഹന്നസ്ബർഗ്. ജോഹന്നസ്ബർഗിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത ആശ്രമമാണ് ടോൾസ്റ്റോയ് ഫാം. ഇതൊന്നും ഓർത്തിരിക്കുക, ഇതൊന്നും ഇന്ത്യയിലല്ല കേട്ടോ. അദ്ദേഹം ഫസ്റ്റ് സത്യാഗ്രഹം നടത്തിയ ട്രാൻസ്വാളാണ്. ഏഷ്യാറ്റിക് ഓർഡിനൻസ് വേണ്ടിയാണ്. അത് ഇന്ത്യയിലല്ല. അതേപോലെ പൊളിറ്റിക്കൽ ലബോറട്ടറി എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയാണ്. അതേപോലെ അദ്ദേഹത്തെ പുറത്തേക്ക് എറിഞ്ഞ റെയിൽവേ സ്റ്റേഷൻ ഓർത്തിരിക്കുക, പീറ്റർ മാരിസ്ബർഗ്. ഗാന്ധിജി റിട്ടേൺ ടു ഇന്ത്യ ഓൺ ജാനുവരി 9, 1915. 1915 ജനുവരി 9 ഗാന്ധിജി ഇന്ത്യയിലേക്ക് മടങ്ങിയത്.
ആ ജനുവരി 9 ഒരു പ്രത്യേകത ഉണ്ട്, ഓർത്തിരിക്കുക. ഇന്ത്യ ഗവൺമെന്റ് സ്റ്റാർട്ടഡ് ടു ഒബ്സർവ് ജനുവരി 9 ആസ് പ്രവാസി ഭാരതീയ ദിവസ് ഫ്രം 2003. 2003 മുതൽ ഇന്ത്യൻ ഗവൺമെന്റ് ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസായി ആചരിക്കുന്നു. ഫസ്റ്റ് ബുക്ക് ഓഫ് ഗാന്ധിജി, ഗാന്ധിജിയുടെ ഫസ്റ്റ് ബുക്ക് ഹിന്ദു സ്വരാജ് ആണ്. ഫസ്റ്റ് വീക്കിലി നമ്മൾ പറഞ്ഞു ഇന്ത്യൻ ഒപ്പീനിയൻ. ഫസ്റ്റ് ബുക്ക് ഹിന്ദു സ്വരാജ്. ഫസ്റ്റ് സത്യാഗ്രഹ ഓഫ് ഗാന്ധി ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഫസ്റ്റ് സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ. നമ്മൾ ആദ്യം പറഞ്ഞു ഫസ്റ്റ് സത്യാഗ്രഹ ഓഫ് ഗാന്ധിജി വാസ് ഹെൽഡ് അറ്റ് ട്രാൻസ്വാൾ. ട്രാൻസ്വാളിലാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സത്യാഗ്രഹ. ഇന്ത്യയിലെ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓർത്തിരിക്കുക ചമ്പാരൻ. ചമ്പാരൻ സത്യാഗ്രഹ വാസ് കണ്ടക്റ്റഡ് ഫോർ ഇൻഡിഗോ ഫാർമേഴ്സ്. നീലം കർഷകരുടെ പ്രശ്നത്തിന് ഇടപെട്ടാണ് ഗാന്ധിജി ഫസ്റ്റ് സത്യാഗ്രഹ ഇരുന്നത്. ഫസ്റ്റ് ഫാസ്റ്റിംഗ് സത്യാഗ്രഹ ഓഫ് ഗാന്ധിജി ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം ഏതാണ്? ഫോർ ദ അഹമ്മദാബാദ് മിൽ വർക്കേഴ്സ്. അഹമ്മദാബാദിലെ മിൽ വർക്കേഴ്സിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഫാസ്റ്റിംഗ് സത്യാഗ്രഹം, നിരാഹാര സത്യാഗ്രഹം. ദ സ്ട്രൈക്ക് വിച്ച് ഗോട്ട് ഫെമിലറൈസ്ഡ് ഗാന്ധിജി ഇൻ ഓൾ ഇന്ത്യ. സമരം നടന്നത് റൗലത്ത് ആക്ടിനെതിരെയാണ്. ഇന്ത്യയിൽ ഒന്നായിട്ട് സമരം തുടങ്ങി വെച്ചത്. ഗാന്ധി ഗേവ് അപ്പ് ദ ടൈറ്റിൽ കേസർ ഹേ ഹിന്ദ് ഡ്യൂ ടു ജാലിയൻവാലാബാഗ് മസാക്കർ. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി അദ്ദേഹത്തിന് ലഭിച്ച കൈസർ ഹേ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തന്നെ തിരിച്ചു കൊടുത്തു. ദ ഓർഗനൈസേഷൻ സ്റ്റാർട്ടഡ് ബൈ ഗാന്ധിജി ഇൻ 1925. ചർക്ക സംഘ്. അദ്ദേഹം 1925 തുടങ്ങിയ ഓർഗനൈസേഷനാണ് ചർക്ക സംഘ്. ഗാന്ധിജി സ്റ്റാർട്ടഡ് നവജീവൻ ട്രസ്റ്റ് അറ്റ് അഹമ്മദാബാദ്. അഹമ്മദാബാദിലാണ് അദ്ദേഹം നവജീവൻ ട്രസ്റ്റ് എന്ന സംഘടന ആരംഭിച്ചത്. ഗാന്ധിജി സെറ്റ് ഔട്ട് ദ ഹിസ്റ്റോറിക് സാൾട്ട് മാർച്ച് എഗൻസ്റ്റ് ദ ടാക്സ് ഓൺ സാൾട്ട് ഫ്രം സബർമതി ആശ്രം ടു ദണ്ഡി. ദണ്ഡി മാർച്ച് എവിടെ നിന്നാണ്? സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്കാണ്. എത്ര വളണ്ടിയേഴ്സാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്? 78 വളണ്ടിയേഴ്സ്. ഗാന്ധി ഇർവിൻ പാക്ട് മാർച്ച് 5, 1931. 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടി. പൂന പാക്ട് സെപ്റ്റംബർ 24, 1932. 1932 പൂന പാക്ട്. പൂന പാക്ട് ആരൊക്കെയാണ്? ഗാന്ധിജി, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ഗാന്ധിജിയും അംബേദ്കറും. ഗാന്ധിജി ഫൗണ്ടഡ് സേവാഗ്രാം ആശ്രം അറ്റ് വാർധ. വാർധയിലാണ് അദ്ദേഹം സേവാഗ്രാം ആശ്രം ആരംഭിച്ചത്. ഇത് പിന്നീട് ഇതിൻ്റെ നോട്ടം ഇൻചാർജ് ആർക്കാ കൊടുത്തത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, വിനോബ ഭാവയ്ക്ക്. The INC session which approved the basic education project prepared by Gandhiji. ഹരിപുര സെഷൻ. 1938 ഹരിപുര സെഷനിലാണ് ബേസിക് എഡ്യൂക്കേഷൻ പ്രൊജക്റ്റ് അദ്ദേഹം പ്രിപ്പയർ ചെയ്തത്. ഈ ഹരിപുര സെഷനിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു ഹരിപുര സെഷനിലെ പ്രസിഡന്റ്. സെക്കൻഡ് പേഴ്സൺ സെലക്റ്റഡ് ബൈ ഗാന്ധിജി ഫോർ ഇൻഡിവിജ്വൽ സത്യാഗ്രഹ. ഇൻഡിവിജ്വൽ സത്യാഗ്രഹത്തിന് രണ്ടാമതായി തെരഞ്ഞെടുത്ത വ്യക്തിയാണ് നെഹ്റുവിനെയാണ് ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിന് രണ്ടാമതായി തെരഞ്ഞെടുത്തത്. ഒന്നാമതായി തെരഞ്ഞെടുത്ത വ്യക്തിയെ നമ്മൾ പറഞ്ഞു വിനോബ ഭാവെ. ദ കേരളൈറ്റ് സെലക്റ്റഡ് ബൈ ഗാന്ധിജി ഫോർ ഇൻഡിവിജ്വൽ സത്യാഗ്രഹ. മലയാളിയായ കേരളത്തിൽ നിന്ന് ആരെയാണ് ഈ വ്യക്തി സത്യാഗ്രഹത്തിന് തെരഞ്ഞെടുത്തത്? കെ കേളപ്പൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഗാന്ധിജി റൈസ്ഡ് ദ സ്ലോഗൻ ഡു ഓർ ഡൈ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന സ്ലോഗൻ ഗാന്ധിജി ഉയർത്തിയത് ഏത് സമയത്താണ്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സമയത്ത്. ഓർത്തിരിക്കുക, ഗാന്ധിജി റൈസ്ഡ് ദ സ്ലോഗൻ ഡു ഓർ ഡൈ ഡ്യൂറിംഗ് ദ പീരിയഡ് ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ദ ഓട്ടോബയോഗ്രഫി ഓഫ് ഗാന്ധിജി വാസ് ട്രാൻസ്ലേറ്റഡ് ഫ്രം ഗുജറാത്തി ടു ഇംഗ്ലീഷ് ബൈ മഹാദേവ് ദേശായി. ഗാന്ധിജിയുടെ ഓട്ടോബയോഗ്രഫി ഗുജറാത്തിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റിയ ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തിയാണ് മഹാദേവ് ദേശായി. ഗാന്ധിജി വാസ് ഇംപ്രിസൺഡ് ഡ്യൂറിംഗ് ദ പീരിയഡ് ഓഫ് ക്വിറ്റ് ഇന്ത്യ അറ്റ് ആഗാഖാൻ പാലസ്. പൂനെയിലെ ആഗാഖാൻ പാലസിലാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് പ്രമാണിച്ച് ഗാന്ധിജിയെ ജയിലിലടച്ചത്. ഗാന്ധി ഫിലിം വാസ് റിലീസ്ഡ് ഇൻ 1982. 1982 ഗാന്ധി ഫിലിം റിലീസായത്. ഡയറക്ടർ ഓഫ് ദ ഫിലിം ഗാന്ധി റിച്ചാർഡ് ആറ്റംബ്രോ ആണ് ഗാന്ധിജിയുടെ ആ ഫിലിം ഡയറക്റ്റ് ചെയ്ത വ്യക്തി. നമുക്ക് ആ ഫിലിം കണ്ട റിയൽ ആയിട്ട് ഗാന്ധിജിയുടെ ആ ഒരു ജീവചരിത്രം ഫുൾ അദ്ദേഹം മരിക്കുന്നത് വരെയുള്ള എല്ലാ സ്റ്റോറിയും ആ ഒരു
ഫിലിമിൽ റിച്ചാർഡ് ആറ്റൻബ്രോ കാണിച്ചു തരുന്നുണ്ട്. ദ ആക്ടർ ഗാന്ധി എന്ന ഫിലിമിൽ ബെൻ കിങ്സ്ലെ എന്ന ആക്ടറാണ് ഗാന്ധിജിയായിട്ട് വേഷമിട്ടത്. കൺട്രി വാസ് സെലിബ്രേറ്റിംഗ് ദ ഇൻഡിപെൻഡൻസ്. ഗാന്ധിജി വാസ് അറ്റ് നൗകാലി. ഇന്ത്യക്കാർക്ക് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ഗാന്ധിജി നൗകാലി എന്ന സ്ഥലത്തായിരുന്നു. ലാസ്റ്റ് സത്യാഗ്രഹ ഓഫ് ഗാന്ധിജി വാസ് ഹെൽഡ് അറ്റ് ഡൽഹി. ഡൽഹിയിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സത്യാഗ്രഹം. അസാസിനേഷൻ ഓഫ് ഗാന്ധി. ഗാന്ധിജി വാസ് അസാസിനേറ്റഡ് ബൈ നാഥുറാം വിനായക് ഗോഡ്സെ. നാഥുറാം വിനായക് ഗോഡ്സെയാണ് ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത്. ഗാന്ധിജി വാസ് ആ ഡേറ്റ് ഓർത്തിരിക്കുക, ജാനുവരി 13, 1948. എവിടെ വെച്ചിട്ടാണ്? ബിർള ഹൗസ്. ന്യൂഡൽഹിയിലെ ബിർള ഹൗസിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ഗാന്ധിജിയെ നാഥുറാം വിനായക് ഗോഡ്സെ വെടിവെച്ചത്. വർഷം ഓർത്തിരിക്കുക, 1948 ജനുവരി 30. ദ പിസ്റ്റൾ യൂസ് ടു കിൽ ഗാന്ധി. ഗാന്ധിജിയെ വധിക്കാൻ ഉപയോഗിച്ച പിസ്റ്റളിൻ്റെ പേര് ഓർത്തിരിക്കുക, മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ബെരറ്റ 1934. ബെരറ്റ 1934. ലാസ്റ്റ് വേർഡ്സ് ഓഫ് ഗാന്ധിജി. ആ ഫിലിം കണ്ടവർക്കൊക്കെ അറിയാമായിരിക്കും. ഹേ റാം ഹേ റാം എന്ന് വിളിച്ചാണ് അദ്ദേഹം വീഴുന്നത്. ദ ഓർഗനൈസേഷൻ വിച്ച് വാസ് ബാൻ ആഫ്റ്റർ ദ അസാസിനേഷൻ ഓഫ് ഗാന്ധി. ഗാന്ധിജിയുടെ മരണത്തിന് ശേഷം ഒരു സംഘടന ബാൻ ചെയ്തു. ഏതാണ് ആ സംഘടന? RSS. സമാധി പ്ലേസ് ഓഫ് ഗാന്ധിജി. രാജ്ഘട്ടിലാണ് ഗാന്ധിജിയുടെ സമാധി സ്ഥലം. ദ ബുക്ക് റിട്ടൺ ബൈ നാഥുറാം വിനായക് ഗോഡ്സെ, വൈ ഐ കിൽഡ് ഗാന്ധി. നാഥുറാം വിനായക് ഗോഡ്സെൻ്റെ ബുക്കാണ് വൈ ഐ കിൽഡ് ഗാന്ധി. നമ്പർ ഓഫ് ഡേയ്സ് ഗാന്ധിജി ലിവ്ഡ് ഇൻ ഫ്രീ ഇന്ത്യ. 168 ദിവസമാണ് ഗാന്ധിജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ജീവിച്ചത്. ദ ഫസ്റ്റ് ഇന്ത്യൻ ഹു അപ്പിയർഡ് ഇൻ ദ ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പ്. ഗാന്ധിജിയാണ് ആദ്യ ഇന്ത്യക്കാരൻ. ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാണ് ഗാന്ധിജി. ഓർത്തിരിക്കുക, ദ ടേം സത്യാഗ്രഹ വാസ് കോയിൻഡ് ബൈ ഗാന്ധി. സത്യാഗ്രഹ എന്ന ആ ഒരു വേർഡ് കൊണ്ടുവന്ന വ്യക്തിയും ഗാന്ധിജിയാണ്. ഫസ്റ്റ് മലയാളം ബുക്ക് ഓൺ ഗാന്ധിജി വാസ് ഓതേർഡ് ബൈ. ഗാന്ധിജിയെക്കുറിച്ചുള്ള ആദ്യത്തെ മലയാളം ബുക്ക് എഴുതിയ വ്യക്തിയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ദ പോയം വിച്ച് വാസ് റിട്ടൺ ബൈ വള്ളത്തോൾ അബൌട്ട് ഗാന്ധി. ഗാന്ധിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ പോയമാണ് എൻ്റെ ഗുരുനാഥൻ. ദ എപ്പിക് പോയം വിച്ച് വാസ് റിട്ടൺ ബൈ അക്കിത്തം അബൌട്ട് ഗാന്ധി. ധർമ്മസൂര്യൻ. ധർമ്മസൂര്യൻ എന്ന പോയമാണ് അക്കിത്തം നമ്പൂതിരി ഗാന്ധിജിയെക്കുറിച്ച് എഴുതിയത്. ഗാന്ധിജി വാസ് ഡിസ്ക്രൈബ് ആസ് മഹാത്മാ ബൈ ടാഗോർ. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ടാഗോർ. ടാഗോർ വാസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഗുരുദേവ് ബൈ ഗാന്ധിജി. ടാഗോറിനെ ഗുരുദേവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജി. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അയ്യങ്കാളി വാസ് ഡിസ്ക്രൈബ്ഡ് ആസ് പുലയ രാജ ബൈ ഗാന്ധിജി. അയ്യങ്കാളിയെ പുലയ രാജ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ഗാന്ധിജിയാണ്. വല്ലഭായ് പട്ടേലിനെ സർദാർ എന്ന പേര് വിളിച്ചതും ഗാന്ധിജിയാണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഗാന്ധിജി വാസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഹാഫ് നേക്കഡ് ഫക്കീർ ബൈ വിൻസ്റ്റൺ ചർച്ചിൽ. വിൻസ്റ്റൺ ചർച്ചിൽ ഗാന്ധിജിയെ എന്താണ് വിശേഷിപ്പിച്ചത്? ഹാഫ് നേക്കഡ് ഫക്കീർ, അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ദ ബുക്ക് വിച്ച് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഗാന്ധിജി. ഗാന്ധിജിയെ സ്വാധീനിച്ച ബുക്ക് ഏതാണ്? അൺ ടു ദ ലാസ്റ്റ്, റിട്ടൺ ബൈ ജോൺ റസ്കിൻ. ജോൺ റസ്കിൻ്റെ അൺ ടു ദ ലാസ്റ്റ് എന്ന ബുക്കാണ് ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. ദ റൈറ്റർ ഹു ഇൻസ്പയർഡ് ഗാന്ധിജി. ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ആരാണ്? എഴുത്തുകാരനാരാണ്? ലിയോ ടോൾസ്റ്റോയ് ആണ് ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച റൈറ്റർ. അതേപോലെ ബുക്ക് ഏതാണ്? അൺ ടു ദ ലാസ്റ്റ്. ജോൺ റസ്കിൻ്റെ അൺ ടു ദ ലാസ്റ്റ് എന്ന ബുക്കാണ് ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. ഗാന്ധിജീസ് കേരള വിസിറ്റ്. ഇത് പ്രധാനമാണ്. 5 പ്രാവശ്യമാണ് ഗാന്ധിജി കേരളത്തിലേക്ക് വന്നത്. അത് ഏതൊക്കെ വർഷം, എന്തിനൊക്കെ എന്ന് നമുക്കൊന്ന് നോക്കാം. In 1920 August 18 ഫോർ ദ ക്യാമ്പയിൻ ഓഫ് ഖിലാഫത്ത് മൂവ്മെൻറ്റ്. 1920 ഫസ്റ്റ് വന്നത് എന്തിനാണ്? ഖിലാഫത്ത് മൂവ്മെൻറ്റിൻ്റെ ക്യാമ്പയിൻ പ്രമാണിച്ചാണ്. നെക്സ്റ്റ് വന്നത് 1925 മാർച്ച് 8 ഇൻ കണക്ഷൻ വിത്ത് വൈക്കം സത്യാഗ്രഹ. വൈക്കം സത്യാഗ്രഹവുമായി പ്രമാണിച്ചാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ഓർത്തിരിക്കേണ്ടത്? ഖിലാഫത്ത് മൂവ്മെൻറ്റിന് ശേഷം വൈക്കം സത്യാഗ്രഹ സമയത്ത് വന്നു. പിന്നെ 1927 ഇൻ കണക്ഷൻ വിത്ത് സൗത്ത് ഇന്ത്യൻ എക്സ്പ്ലോറേഷൻ. അദ്ദേഹത്തിൻ്റെ സൗത്ത് ഇന്ത്യൻ വിസിറ്റുമായിട്ട് വന്നതാണ് 1927
പിന്നെ വന്നത് 34-ലാണ് ഫണ്ട് കളക്ഷൻ ഫോർ ഹരിജൻ വെൽഫെയർ. ഹരിജൻ സമാഹരണ ഫണ്ട് രൂപീകരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം 1934 വന്നത്. പിന്നീട് വന്നത് 37-ലാണ് ഇൻ കണക്ഷൻ വിത്ത് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ. ക്ഷേത്രപ്രവേശന വിളംബരം പ്രമാണിച്ച് 1936-ലെ ക്ഷേത്രപ്രവേശന വിളംബരം പ്രമാണിച്ചാണ് അദ്ദേഹം പിന്നീട് വന്നത്. അപ്പോൾ 5 തവണ ഓർത്തിരിക്കുക: 20, 25, 27, 34, 37. ആദ്യത്തേത് ഖിലാഫത്ത് മൂവ്മെൻറ്റ്, രണ്ടാമത്തെ വൈക്കം സത്യാഗ്രഹം പ്രമാണിച്ച്, മൂന്നാമത്തെ സൗത്ത് ഇന്ത്യൻ വിസിറ്റ്, നാലാമത്തെ ഹരിജൻ വെൽഫെയർ ഫണ്ട്, അഞ്ചാമത്തേത് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ. ഇത്രയൊക്കെയാണ് ഗാന്ധിജിയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ. അപ്പോൾ നമുക്ക് ഇതോടുകൂടി ഇന്ത്യൻ റിനൈസൻസ് എന്ന പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ HSAക്ക് ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ ഒരു 5 വീഡിയോ കണ്ടാൽ ഇന്ത്യൻ റിനൈസൻസ് നിങ്ങൾക്ക് ഫുൾ കംപ്ലീറ്റ് ആവും. ഇനി ഇതിലെ വിമൻ ലീഡേഴ്സ് ഉണ്ട്, അതൊരു വീഡിയോയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ഫ്രീഡം മൂവ്മെൻറ്റിലേക്ക് പോവേണ്ടതുണ്ട്, അതും കുറച്ച് വൈഡായിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് യഥാസമയം നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം. താങ്ക് യു.